से अच्छा हिंदुस्तान हमारा। രാകേഷ് ശർമ്മ എന്ന ധീരനായ ഒരു ബഹിരാകാശ യാത്രികനുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. ബഹിരാകാശത്തേക്ക് പറന്നുയരാൻ അദ്ദേഹം ഒരുപാട് കൊതിച്ചിരുന്നു. അക്കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. അവർ രാകേഷ് ശർമ്മയുടെ ധീരതയെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്തു. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ധീരനായ ഒരു ഉറുദു കവിയായിരുന്നു. അദ്ദേഹം ഉറുദു ഭാഷയിലെഴുതിയ സാരേ ജഹാൻ സെ അച്ഛ ഇന്ത്യക്കാർക്ക് എന്നും പ്രചോദനമായിരുന്നു. രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് യാത്ര തിരിച്ചു. ഭൂമിയെ ഒരു നീലഗോളമായി അദ്ദേഹം കണ്ടു. അത് അദ്ദേഹത്തിന് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. രാകേഷ് ശർമ്മയുമായി ഇന്ദിരാഗാന്ധി സംസാരിച്ചു. ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യയെ കാണാനെങ്ങനെയുണ്ട്? അവർ ചോദിച്ചു. രാകേഷ് ശർമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരേ ജഹാൻ സെ അച്ഛ. ഇതുകേട്ട് ഇന്ദിരാഗാന്ധിക്കും എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം തോന്നി. രാകേഷ് ശർമ്മയുടെ യാത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായിരുന്നു. അദ്ദേഹം കുട്ടികൾക്ക് വലിയ പ്രചോദനമായി മാറി. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ശക്തയായ ഭരണാധികാരിയായിരുന്നു. അവർ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ കവിതകൾ ഇന്നും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പ്രത്യേക ഒരു ശക്തിയുണ്ടായിരുന്നു. രാകേഷ് ശർമ്മ, ഇന്ദിരാഗാന്ധി, അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ഇന്ത്യയുടെ അഭിമാനമാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാലിന്റെ ഉറുദു കവിതകൾ എല്ലാ വിഭാഗം